തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനായിട്ടുള്ള അവസാന കടമ്പ അധ്യക്ഷ സംവരണം പൂർത്തിയാക്കലാണ്. ഇന്നോ നാളെയോ ആ പ്രഖ്യാപനമുണ്ടാകും. അതിനുശേഷം എപ്പോഴും തീയതി പ്രഖ്യാപിക്കാം. ഡിസംബർ മാസത്തിൽ 2 ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളടക്കം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസ് ഒരു പടി മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്, കോർപ്പറേഷനുകളിലടക്കം. ഇപ്പോൾ തീയതി എന്നായിരിക്കുമെന്ന ചോദ്യത്തിന് ഡിസംബർ 5-നും 15-നും ഇടയിലായിരിക്കും, 2 ഘട്ടമായിരിക്കും, അങ്ങനെയുള്ള സൂചനകളാണ് വരുന്നത്. പ്രഖ്യാപനം എപ്പോഴേക്കുണ്ടാകും റഹീസ്? സുജയ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി നടപടിക്രമങ്ങൾക്ക് ഒറ്റ കടമ്പ മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ, അത് ജനറൽ കാറ്റഗറി, പട്ടികജാതി പട്ടികവർഗ കാറ്റഗറി, സ്ത്രീ കാറ്റഗറിയൊക്കെ തീരുമാനിക്കേണ്ട ഒരു കടമ്പ കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ അത് ഏറ്റവും അവസാനത്തെ കടമ്പയാണ്. അതുകൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തീയതി ഏതു നിമിഷവും പ്രഖ്യാപിക്കാം. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SC/ST സംവരണം, ജനറൽ വനിതാ സംവരണം അടക്കമുള്ള സംവരണം അവർ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത് പ്രഖ്യാപിക്കേണ്ടത് മാത്രമേ ബാക്കിയിട്ടുള്ളൂ. അത് ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം, ഇനി അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നാളെ ആയിരിക്കും ഉണ്ടാവുക. അതുകൂടി കഴിഞ്ഞാൽ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. മാക്സിമം 10-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുവരെ പോകാനുള്ള സാധ്യതയില്ല. അതിനു മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനാണ് എല്ലാ സാധ്യതയും. പ്രഖ്യാപനം ഉണ്ടാകാം. അതിനായി നമ്മളും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. താങ്ക് യു റഹീസ് റഷീദ്.